കെട്ടിപ്പിടിച്ച് ഹൗഡി മൗഡി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 1 to 2 years മാക്സിമം. അതിനുള്ളിൽ സംഭവിക്കും. ഇഫ് ഹി ഡസന്റ് ലൈക്ക് മീ ഹി വിൽ ക്രിയേറ്റ് എ ഫയൽ അഗൻസ്റ്റ് മീ വിച്ച് നോ വൺ ക്യാൻ ഡിസ്പ്യൂട്ട്. അതിനുള്ള സാധ്യത വിദൂരമാണോ? ഈ ചെവിയുടെ ഇവിടെ ഉരുമിയാണ് ബുള്ളറ്റ് പോയത്. അത് ആൾമോസ്റ്റ് ഡെഡ് ആണ്. നമസ്കാരം. ഇന്റർവ്യൂവിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായിരുന്നു റിട്ടയർഡ് AIG ശ്രീ V. ഗോപാലകൃഷ്ണൻ IPS. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. വന്ദേ മാതരം. സർ, അമേരിക്കയുടെ പരമോന്നത അന്വേഷണ ഏജൻസി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ തലപ്പത്തൊരു ഇന്ത്യൻ വംശജൻ എത്തിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ്, അതെല്ലാം ശരിയാണ്. ഇപ്പോൾ എന്നെ FBI ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്താൽ എനിക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ട്, കാര്യമാണ്, ഞാൻ അല്ലെങ്കിൽ ഹിന്ദുവാണ്, ഗുജറാത്തിയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ അമേരിക്കൻ സിറ്റിസണാണ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ അമേരിക്ക. മൈ ഓബ്ലിഗേഷൻ, മൈ ഡ്യൂട്ടീസ് ആർ കണക്റ്റഡ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒബ്ലൈസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അപ്പം നമ്മൾ ഈ കമല വന്നപ്പോൾ ഇവിടുത്തെ പത്രങ്ങളൊക്കെ എഴുതി നശിപ്പിച്ചതാണ്, കട്ടൗട്ടൊക്കെ വെച്ച്. ഇപ്പോൾ ഇന്ത്യ കെട്ടിപ്പിടി ഏറ്റവും അധികം ഉപദ്രവിച്ച ഒരു ഇന്ത്യൻ വംശജയായിരുന്നു കമല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈസ് എ ട്രൂ ബ്ലൂ US സിറ്റിസൺ. അപ്പം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസ് ഉഗാണ്ടയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തതാണ്, കാനഡയ്ക്ക് പോയി, കാനഡയിൽ നിന്ന് US വന്നു, US പഠിച്ച് ജനിച്ച് വളർന്നു എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം. അദ്ദേഹത്തിൻ്റെ പേര് കശ്യപ് പട്ടേൽ. വിനോദ് കശ്യപ്, പിന്നെ ഒരു പേരും കൂടെ ഉണ്ട്, പട്ടേൽ എന്നാണ്. പട്ടേൽ ഗുജറാത്തികളുടെ ഇതാണ്. ഈ ഗുജറാത്ത് വംശജനായ വ്യക്തി ആയതുകൊണ്ട് തന്നെ, അതായത് അതിൻ്റെ ഒറിജിൻ ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത സുഹൃത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഫസ്റ്റ് ലെഫ്റ്റനൻ്റായിട്ട് നിൽക്കുന്ന FBI ഡയറക്ടർ. അദ്ദേഹത്തിന് ഒരു ഗുജറാത്ത് പശ്ചാത്തലം വരുമ്പോൾ ഇനി കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ഇനി കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിക്കും എന്ന് ചില വിലയിരുത്തലുകൾ വരുന്നു. അതിനെ പൂർണ്ണമായിട്ട് തള്ളാൻ സാധിക്കുമോ? ഇനി അങ്ങനെ എല്ലാം നമ്മുടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. പക്ഷേ അവരുടെ ലീഡർ ട്രംപും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റിപ്പബ്ലിക്കൻസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും, കശ്യപ്, പ്രധാനപ്പെട്ട തുളസി ഗബാർഡ്, പീറ്റർ ഹെഡ്സെത്ത്, പിന്നെ മൈക്കൽ വോസ് സെക്യൂരിറ്റി അഡ്വൈസർ, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ആ ഒരു ഈ ടീം തീരുമാനിക്കും അനുകൂലമായിട്ട് വരണോ, ആരെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. എങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരും. മനസ്സിലായി. പക്ഷേ നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മനസ്സിലായി സാർ. അതായത് നമ്മളെപ്പോഴും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ, ഇപ്പോൾ കേരള പോലീസ് തന്നെ പലപ്പോഴും പല കേസ് അന്വേഷണം, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ കത്തൊക്കെ അയക്കാറുണ്ട്, അവരുടെ സഹകരണം തേടാറുണ്ട്. വാട്സാപ്പിൽ നിന്ന് ചില വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തൊക്കെ അയക്കുമ്പോൾ ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ്, അമേരിക്കയാണ് അവരുടെ ഏറ്റില്ല. പക്ഷേ അവിടങ്ങളിൽ നിന്നൊന്നും നമ്മളുടെ കേസ് അന്വേഷണത്തിനൊന്നും സഹായകരമായ ഒരു നടപടികൾ, കാരണം ബിക്കോസ് അവർ അമേരിക്കൻ നിയമത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളാണ്, കോർപ്പറേറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളോട് സഹകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിനൊക്കെ ഇനി താങ്കൾ നേരത്തെ പറഞ്ഞു, ന്യായം ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമേരിക്കൻ കമ്പനികളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഇൻ ഫേവർ ഓഫ് ഇന്ത്യ ചില നീക്കുപോക്കുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ? അനീഷ, നമ്മളിത് നേരത്തെ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇന്ത്യക്ക് ആദ്യം കിട്ടേണ്ടത്, ഇന്ത്യ നമ്മുടെ ചങ്കാണ്, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഹൗഡി മൗഡി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയോട് US താല്പര്യമാണെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ്. ഈ ജപ്പാൻ്റെ ഉദാഹരണം, ഈ ജപ്പാൻ്റെ അമേരിക്കയുടെ ഒരു കാറ് ജപ്പാനിൽ വിൽക്കാൻ പറ്റുമോ? നോട്ട് ഫീസിബിൾ. ഭയങ്കര ഡ്യൂട്ടിയും മറ്റൊന്നും മറിച്ചു. എന്നാലും ജപ്പാനോട് അവർക്ക് വലിയ താല്പര്യമുണ്ട്. വൈ? കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് ജപ്പാന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഇടയ്ക്ക് തന്നു, പക്ഷേ അത്
ഒരു വിഷി വാഷ് ടൈപ്പായി. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടേണ്ടത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് ആണ്. അത് കിട്ടിക്കഴിയുമ്പോൾ ഈ FBI ഡയറക്ടർക്ക് എഴുതുന്നതും ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് എഴുതുന്നതും നാഷണൽ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിക്ക് എഴുതുന്നതും തുളസി ഗബാർഡിൻ്റെ അതെല്ലാം ഇന്ത്യ മോസ്റ്റ് ഫേവേർഡ് നേഷനാണ്, നമുക്ക് വേണ്ടപ്പെട്ട നേഷനാണ്, അതുകൊണ്ടൊരു ലിബറൽ വ്യൂ നമുക്ക് എടുക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ചോദ്യത്തിന് അതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഉണ്ട്, ആൻസർ. അതായത് നമ്മുടെ ഇന്ത്യയിൽ കള്ള FIR ഇഷ്ടം പോലെയുണ്ട്. അതായത് പല കാരണങ്ങളാൽ, ഞാൻ കാരണമൊന്നും ഞാൻ വിശദീകരിക്കുന്നു, പല കാരണങ്ങളാൽ ഒരു ഫിക്റ്റീഷ്യസ് FIR, കോൺകോക്റ്റഡ് FIR ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇന്ത്യ, ഈവൻ ഇൻ CBI, എനിവെയർ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺകോക്റ്റഡ് FIR വളരെ തുലവും കുറവാണ് US സിസ്റ്റത്തിൽ. അവിടെ ഈ ലോവർ ലെവലിലൊക്കെ അവർ പിന്നെ ഈ മറ്റേ എന്തുണ്ടല്ലോ പോലീസ് ഓഫീസർമാർ, അത് ബ്രൈബ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ തലയിൽ മുണ്ടിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്, ഈ ബ്രൈബ് വാങ്ങിക്കുന്ന ഓഫീസേഴ്സ്. നമ്മളിവിടെ പോലെ നെഞ്ച് വിരിച്ച് ആരടാ എന്ന് ചോദിക്കുന്ന ഓഫീസർമാരല്ല ബ്രൈബ്. ഇവിടുത്തെ കറപ്റ്റ് ഓഫീസേഴ്സ് അങ്ങനെയാണ്, അവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇതൊക്കെ, അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഇന്ത്യക്ക് ഒരു അത്ര ഒരു നല്ല റെപ്യൂട്ടേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരുപക്ഷെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന റേപ്പ്, മറ്റേ പിന്നെ ട്രീസൺ, അപ്പോൾ ഇവിടുത്തെ ട്രീസൺ എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ, അതിപ്പോൾ ഞാൻ ഒരു ഭരണത്തെയും നമ്മൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല, എല്ലാ ഭരണങ്ങളിലും ഒരുപക്ഷെ 2014 ശേഷം കുറവായിരിക്കാം. മൊത്തത്തിൽ ഈ ട്രീസൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ കളവായിട്ട് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അപ്പം ഫിക്റ്റീഷ്യസ് FIR, കോൺകോക്റ്റഡ് FIR, പിന്നെ അതൊക്കെ അവർക്കൊരു വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചാടിക്കയറി അവർ ഉത്തരം തരില്ല. പക്ഷേ ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആയതുകൊണ്ടും പിന്നെ ഇപ്പം നമ്മുടെ മോഡിജിയുടെ കീഴിലുള്ള ടീം അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ കൂടെ അജിത് ഡോവൽ സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കി ഈ ആവശ്യമില്ലാത്ത കൊറീസ് ഒന്നും എഴുതി അവിടുത്തെ ചോദിക്കില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, ചുമ്മാ ടിറ്റ് ബിറ്റ് എവറിത്തിങ് എഴുതി നമ്മൾ വല്ല പ്രതിയാക്കിയവൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരെടുത്ത് ഡസ്റ്റ്ബിന്നിലെറിയും. ഇനി അങ്ങനെ വരാൻ ഇനി എന്തെങ്കിലും പോസിറ്റീവായിട്ട് സംഭവിക്കണമെങ്കിൽ പോലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ള പദവിയാണ് ആദ്യം ലഭിക്കേണ്ടത്. അത് ആ ഒരു സ്റ്റാറ്റസ്, അതിനുള്ള സാധ്യത വിദൂരമാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ ഈ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്? അത് പിന്നെ ഇപ്പം മോഡിജി അവിടെ പോയല്ലോ, അപ്പോൾ ഇനി ടീമുകൾ തമ്മിലാണ്, ഉദ്യോഗസ്ഥന്മാർ തമ്മിലാണ് ഇരിക്കും, എല്ലാം ഇരുന്ന് പല കാര്യങ്ങൾ തീരുമാനിക്കുക. എങ്ങനെ ടാരിഫ്, എങ്ങനെ ഏതൊക്കെ സാധനം ഇറക്കുമതി ചെയ്യണം, ഏതൊക്കെ സാധനം എക്സ്പോർട്ട് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ട്രംപ് ഇന്ത്യയിൽ വന്ന് ഒരു ഫൈനൽ ഇത് ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 1 to 2 years മാക്സിമം അതിനുള്ളിൽ സംഭവിക്കും. മനസ്സിലായി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ലോങ് റണ്ണിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ FBI ഡയറക്ടറുടെ പദവിയിലേക്ക് ഇന്ത്യൻ വംശജൻ എത്തിയെന്ന് പറയുമ്പോൾ ശരിക്കും ഈ FBIയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അവരുടെ അധികാര പരിധി എന്താണ്? താങ്കൾ തന്നെ ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ പവർഫുള്ളാണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്. ശരിക്കും ഈ FBI ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അതേക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ? ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം പെൻറ്റഗൺ വരും, ഹോംലാൻഡ് സെക്യൂരിറ്റി വരും, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരും, പിന്നെ വേറെ ജോയിൻറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റി, ഇങ്ങനെ കുറേ, ഈവൻ വിദേശകാര്യ വകുപ്പ്, എക്സെപ്റ്റ് പ്രസിഡന്റ്, USA പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ കുറേ ഏജൻസികൾ ചേരുന്നതാണ് ഡീപ് സ്റ്റേറ്റ്. ഇവരുടെ പ്രവൃത്തികളെല്ലാം USA അറിയണമെന്നില്ല. അവരുടെ ചരിത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് കണ്ടിട്ടുള്ളത്. ഡീപ് സ്റ്റേറ്റ് പ്രസിഡന്റിനെ എക്ലിപ്സ് ചെയ്ത് പല തീരുമാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, ബൈഡൻ അദ്ദേഹത്തിന് കമലയ്ക്കും ബൈഡനും, പ്രത്യേകിച്ച് ബൈഡന് ഡെമൻഷ്യ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അല്ലെങ്കിൽ പിന്നെ ഒരു കോൺഫറൻസിൽ സെലൻസ്കിയെ കയറി കമോൺ മിസ്റ്റർ പുടിൻ യു പ്ലീസ് ടോക്ക് എന്ന് സംസാരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ വളരെ ഇത് നേരത്തെ ആ ഡീപ് സ്റ്റേറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയും ഒബാമയും ബിൽ ക്ലിൻ്റനും ഹിലാരി ക്ലിൻ്റനും ഒക്കെയാണ് തീരുമാനിച്ചത് ആരായിരിക്കണം പ്രസിഡന്റ് എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇവരായിരുന്നു
ഈ ഡീപ് സ്റ്റേറ്റിനെ ചുക്കാൻ പിടിച്ച് ഈ 3 പേര്. അപ്പം പല കാര്യങ്ങളും പ്രസിഡന്റ് അറിയാതെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പിടിയില്ല. വളരെ ഈസിയാണ് അങ്ങനെയുള്ള പ്രസിഡന്റിനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ദ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്ന് പറഞ്ഞ ഒരു 2020 മറ്റോ എടുത്താണ്. അത് പെട്ടെന്നൊന്നും കണ്ട് തീരാൻ പറ്റില്ല. 1 മാസം വരെ എടുക്കും. ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ. അതിനകത്ത് ഡോക്യുമെൻ്ററി അല്ല, ഫിലിമാണ്. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത്? അത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടിരിക്കുന്നു. തിയേറ്ററിലൊന്നും വരില്ല. കാര്യം ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂറല്ല, അതെനിക്ക് വേണമെങ്കിൽ 40 മണിക്കൂർ 50 മണിക്കൂറൊക്കെയാണ്. സീരീസ് ആണോ? സീരിയൽ ഡെസിഗ്നേറ്റഡ് സർവൈവർ. അത് കണ്ടാൽ എല്ലാം മനസ്സിലാവും എന്താണ് അമേരിക്ക. ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് അവിടെയുള്ള പാര, പിന്നെ വെളിയിലുള്ള റഷ്യ-ആയിട്ടോടൊക്കെ മറ്റേ ഫണ്ടമെൻ്റലിസ്റ്റായിട്ടുള്ളവടൊക്കെ എവറിത്തിങ് അതിനകത്തുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എവറിത്തിങ്. അത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അമേരിക്കൻ ഒരു പക്ഷേ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയും അത്രയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബിസി അല്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് ഏകദേശം ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടു കഴിയുമ്പം മനസ്സിലാവും. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു ദിവസം ഓഫീസ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. എന്നിരുന്നാലും FBI ഡയറക്ടർ പറ്റി അന്വേഷിച്ച് ചോദിച്ചല്ലോ. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ കശ്യപ് ഇപ്പോൾ വന്നേ ഉള്ളൂ, കാഷ്. അദ്ദേഹത്തിനെ പറ്റി വലിയൊരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല. അതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗുജറാത്തിയാണ് അദ്ദേഹം. നല്ലൊരു ലോയറാണ് അദ്ദേഹം. ട്രംപിൻ്റെ വിശ്വസ്തനാണ്. ട്രംപിൻ്റെ ഈ റഷ്യ മിഡിലിരുന്നു 2020 ഇലക്ഷനിൽ മിഡിലിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ട്. അത് ട്രംപ് ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം ഒരു റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളും കൂടെയാണ്. ഇന്ത്യൻ ലീഡേഴ്സിനെ പോലെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് FBI ഡയറക്ടർ. പക്ഷേ ഈ FBI അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. ഇതുവരെ അദ്ദേഹം FBI ഡയറക്ടറായിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ നമുക്ക് FBI ഡയറക്ടറുടെ പവർ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കയുടെ പഴയ ചരിത്രം പരിശോധിക്കണം. ഞാൻ വേറെ ഒരു FBI ഡയറക്ടറുടെ ചരിത്രം പരിശോധിക്കാൻ ഞാൻ പറയില്ല. നമ്മൾ നോക്കേണ്ടത് ഒരൊറ്റ ഒരാളുടെയാണ്, എഡ്ഗാർ ഹൂവർ. ഞാൻ ഒരു 2-3 വർഷം മുമ്പ് കേരള പോലീസിൽ ഒരു എഡ്ഗാർ ഹൂവർ ആണോ ഒരാൾ എന്ന് പറഞ്ഞ് ഒരു ഉന്നത ഉദ്യോഗസ്ഥന് എതിരായിട്ട് ഈസി ആൻഡ് എഡ്ഗാർ ഹൂവർ ഇൻ ഇന്ത്യ ഓർ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാനൊരു ബ്ലോഗ് എഴുതിയിരുന്നു. അപ്പോൾ ഈ എഡ്ഗാർ ഹൂവർ 1924 ആണ് വന്നത് FBI ഡയറക്ടറായിട്ട്. എന്നിട്ട് അദ്ദേഹം മാരീഡല്ല. എന്നിട്ട് അദ്ദേഹം 1972 മരണം വരെ ടിൽ ദ ഡെത്ത് ഹി കണ്ടിന്യൂഡ് ആസ് ദ FBI ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ എന്നിട്ട് മാത്രമല്ല 1972 തോന്നുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പം റിച്ചാർഡ് നിക്സൺ ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ റിച്ചാർഡ് നിക്സൺ വന്ന് പറഞ്ഞു, ദ കൺട്രി ഹാസ് ലോസ്റ്റ് അവർ വാല്യുബിൾ സൺ, ഹി വാസ് ജം പേൾ എന്നൊക്കെ പറഞ്ഞു. ഹി വാസ് എ ഗ്രേറ്റ് അമേരിക്കൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു സ്പീച്ച് യോളജി അദ്ദേഹം നടത്തി. പക്ഷെ 25 years, എക്സാക്ട്ലി 25 years ആഫ്റ്റർ, ഞാൻ എവിടെയാണത് കണ്ടതെന്ന് നാഷണൽ ജിയോഗ്രാഫിക് ചാനലിലാണോ എവിടെയാണോ ഡിസ്കവറിയിലാണോ എന്ന് അറിഞ്ഞൂടാ, അതിലെവിടെ വന്നതാണ്. 25 years ആഫ്റ്റർ ഏതോ 2 റൈറ്റേഴ്സ് ചേർന്ന് അവർ കണ്ടുപിടിച്ചു. അത് സീരിയലായിട്ട് പുറത്തു വന്നു, ഡോക്യുമെൻ്ററി ആയിട്ട്. ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് ചീറ്റ് എവർ അമേരിക്ക സോ. ഹി ഡിച്ച് ഓൾ ദി പ്രസിഡൻറ്റ്സ് ഓഫ് അമേരിക്ക എക്സെപ്റ്റ് എ ഫ്യൂ എന്നും അയാളൊരു പിന്നെ രാജ്യദ്രോഹിയാണെന്നും ആയിരുന്നു എന്നും വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ലിറ്ററേച്ചറിലൊക്കെ തപ്പിയാൽ കിട്ടും. എഡ്ഗാർ ഹൂവർ വെദർ ഹി വാസ് എ ഫാൾസ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പം 1924 ഇദ്ദേഹം വന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ ബ്ലോഗിൽ എഴുതിയിരുന്നത്, നമ്മുടെ കേരള എഡ്ഗാർ ഹൂവറിനെ പറ്റിയാണ് എഴുതിയെങ്കിലും ഞാൻ എഴുതിയിരുന്ന സെൻറ്റൻസ് ഇതാണ്. അത് ഞാൻ ഇവിടെ വായിക്കുക അവർ പറഞ്ഞത്, ഇവരുടെ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞത് മറ്റൊക്കെ. ഹീ ക്രിയേറ്റ്സ് ഫയൽസ്. ഇഫ് ഹി ഡസൻറ്റ് ലൈക്ക് മീ, ഹീ വിൽ ക്രിയേറ്റ് എ ഫയൽ അഗൻസ്റ്റ് മീ.
which no one can dispute. And he himself, no one else can save me other than Edgar Hoover. He will create file, he will dispose the file. He himself will dispose the file. അങ്ങനെയായിരുന്നു അമേരിക്കയിലെ സ്ഥിതി. അതിൻ്റെ 2-3 ഉദാഹരണം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പവർ നമുക്ക് കാണിക്കാൻ. മെർലിൻ മൺറോയെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. മെർലിൻ മൺറോ ജോൺ എഫ് കെനഡിയുടെ ബെഡ്റൂമിൽ, ഇത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് പറയുന്നില്ല, ഇതൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട്. ജോൺ എഫ് കെനഡിയുടെ ബെഡ്റൂമിൽ ഭയങ്കര ഫ്രീഡം ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ റോബർട്ട് കെനഡിയുടെ കൂടെയും അന്നപ്പോൾ ഇയാൾ ഭയങ്കര ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഈ എഡ്ഗാർ ഹൂവർ ഭയങ്കര ബ്ലഡിൽ ഉള്ളതാണ്, DNA-യിലുള്ളതാണ് ആൻറ്റി കമ്മ്യൂണിസം. അപ്പം ഇയാളുടെ ഒരു യൂഷ്വൽ മോഡസ് ഓപ്പറandi എന്ന് പറഞ്ഞാൽ ഒരാളെ കമ്മ്യൂണിസ്റ്റ് ആക്കും. എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇയാൾ ഫയലുണ്ടാക്കി നമ്മളെ നശിപ്പിക്കും. അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്യ, ക്രൂഷ്ചേവ് എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഈ മെർലിൻ മൺറോ ഒരു റഷ്യൻ ഏജൻ്റാണെന്നും KGBയുടെ ഏജൻ്റാണെന്നും അതുവഴി ബെഡ്റൂം വരെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ മറ്റേ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ വന്ന് നിൽക്കുന്ന സമയം, അങ്ങനെ അമേരിക്കയുടെ എല്ലാം ICBMൻ്റെ എല്ലാം ചോർന്നുപോയി എന്ന് പറഞ്ഞ് ഇവിടെ ഇതാക്കി റിപ്പോർട്ട് ചെയ്തു. ഫയലുണ്ട്. ഇപ്പം എനിക്ക് ഡീക്ലാസിഫൈ ചെയ്തെന്ന് തോന്നുന്നു ആ ഫയലൊക്കെ. ശരി. എന്നിട്ട് പിന്നെ ഇയാൾ പക്ഷെ ജോൺ എഫ് കെനഡിക്ക് ഇയാൾ ആളത്ര ശരിയല്ല എന്ന് തോന്നി. ഇയാളെ നമ്മൾ പറയില്ലേ ഒരു മുഖലക്ഷണം, കള്ള ലക്ഷണം, അത് അദ്ദേഹത്തിന് ഇൻഡ്യൂഷനിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഒന്നും എല്ലാം പക്ക ആക്കാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനത്തെ ഫയലുകളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് റോബർട്ട് കെനഡിയെ പേടിപ്പിച്ചു. റോബർട്ട് കെനഡിക്ക് ഇദ്ദേഹമായിട്ട് ഈ ലേഡിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, വളരെ ക്ലോസ് ബന്ധമുണ്ടായിരുന്നു, സെക്ഷൽ. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, റോബർട്ട് കെനഡി ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി. എന്നിട്ട് റോബർട്ട് കെനഡി വേറെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എനിക്കറിഞ്ഞൂടാ, ഇവരുടെ മുറിയിൽ കയറി ഇങ്ങനെ വായിലിങ്ങനെ പിടിച്ചിട്ട് ഇഷ്ടംപോലെ സ്ലീപ്പിംഗ് പിൽസ് കുത്തി തിരികി അവർ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് മരിച്ചു. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അത് എഴുതാൻ വന്ന ഇവിടെ നമ്മളെ SI അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആണല്ലോ, മാസ്റ്റർ ഇൻക്വസ്റ്റൊക്കെ എഴുതാൻ വന്ന, അത് എഴുതാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, FBI ആണോ ലോക്കൽ പോലീസാണോ എന്നുള്ളത് ഞാൻ മറന്നുപോയി. ആ ഉദ്യോഗസ്ഥൻ എനിക്ക് തോന്നുന്നു വിത്തിൻ 1 ഇയർ അൽഷിമേഴ്സും പാർക്കിൻസണും പിന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങളൊന്നും അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ കവിളിൽ പാടുണ്ടായിരുന്നെന്നോ, ഫിംഗർ പാടുണ്ട്, അങ്ങനെ എന്തൊക്കെ. അതായത് സത്യം പുറത്തു വരാതിരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അത്ര പവർഫുൾ ആണ്. അല്ല, അത് തീർന്നില്ല. ഈ 1-2 ഇൻസിഡന്റ് ഉണ്ട്, അതുകൂടെ പറഞ്ഞാൽ ഇങ്ങനെ ആരെന്നുള്ള FBI ഡയറക്ടർ ആരെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോൺ എഫ് കെനഡി പറഞ്ഞല്ലോ മുഖലക്ഷണം ശരിയല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നലുള്ളതുകൊണ്ട് ഇനി ഇവനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ തട്ടി, ജോൺ എഫ് കെനഡിയൊക്കെ തട്ടി. അതെല്ലാവർക്കും ഹിസ്റ്ററി അറിയാവുന്നതാണ്. ജോൺ എഫ് കെനഡി ഇയാൾ മറ്റേ ഓസ്വാൾഡോ ആരെയും കൊണ്ട് തട്ടി. അത് കഴിഞ്ഞ് ഓസ്വാൾഡാണ് സിർഹാനാണ്, ഞാൻ പെട്ടെന്ന് സ്ലിപ്പ് ഓഫ് മെമ്മറി, ഓസ്വാൾഡോ സിർഹാനാണോ, അത് സിർഹാൻ റോബർട്ട് കെനഡിയെ കൊന്നാണോ. എനിവേ തന്നിട്ട് അയാളെ കൊണ്ടുപോകുന്ന കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇയാൾ തന്നെ എൻഗേജ് ചെയ്ത് വേറൊരാൾ വെടിവെച്ചു വന്നു. അപ്പോൾ അക്യൂസ്ഡും ഇല്ല. അല്ലെങ്കിൽ നാളെ ഒരു റിസ്ക് ഉണ്ട്, ഇവൻ പറയും എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. മാത്രമല്ല അത് ഇപ്പോഴും കോൺട്രവേഴ്സിയാണ്. ഒരുപാട് ഫിലിംസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഡയറക്ഷനിൽ നിന്ന് ബുള്ളറ്റ് വന്നു, ഓസ്വാൾഡ് വെടിവെച്ച് അതിൽ നല്ലത് വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ബുള്ളറ്റ് വന്നു. ഞാൻ ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ ഹി മെയ്ഡ് ഇറ്റ് ഡബിൾ ഷുവർ ദാറ്റ് ഹി ഗോട്ട് കിൽഡ്. പക്ഷെ അതൊരിക്കലും ഇൻവെസ്റ്റിഗേഷൻ വന്നില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ വന്നതെല്ലാം FBI ആണ്. അപ്പം അങ്ങനെക്കവിടെ എന്തോണോ ചെയ്യാൻ മതി. എന്നിട്ട് അന്നത്തെ വൈസ് പ്രസിഡന്റ് ജോൺസൺ, ലിൻഡൻ ജോൺസൺ ഇയാളുടെ സ്വന്തം ആളായിരുന്നു. ലിൻഡൻ ജോൺസൺ വൈസ് പ്രസിഡന്റ് ആയപ്പം ഇയാളെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു ലിൻഡൻ ജോൺസൺ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെല്ലാം ഒതുക്കുകയും
ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ട്രൂമാനും ഇയാളെ ഇഷ്ടമല്ലായിരുന്നു. റൂസ്വെൽറ്റ് പെട്ടെന്ന് മരണപ്പെട്ട ശേഷമാണല്ലോ ട്രൂമാൻ വന്നത്. ട്രൂമാൻ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു അമേരിക്കൻ പ്രസിഡന്റ്. ട്രൂമാന് ശരിക്കും മനസ്സിലായി ഇയാൾ ഒട്ടും ശരിയല്ല. പക്ഷേ ഇയാൾ ആർക്കൊക്കെ എതിരായിട്ട് ഇപ്പോൾ USA പലർക്കും ഈ ചില സ്ത്രീബന്ധങ്ങളൊക്കെ കാണുമല്ലോ, നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പേടിച്ചിട്ട് പിന്നെ ചിലപ്പോൾ ചിലർക്ക് കറപ്ഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം വെച്ചിട്ട് ഇയാൾ ഇവർക്കെതിരായിട്ടെല്ലാം ഫയലുണ്ടാക്കി. അങ്ങനെ ഫയലുണ്ടാക്കിയതുകൊണ്ട് ഇയാളെ പേടിയായിരുന്നു. അങ്ങനെ ട്രൂമാനാണ് 1942 അത് 47 ഫോർഗോട്ട് CIA കൊണ്ടുവരുന്നു. CIA ഒരു ആക്റ്റായിട്ടാണ് കൊണ്ടുവന്നത്. ഇയാളെ പേടിച്ച് FBI സൂപ്പർവൈസ് ചെയ്യാനാണ് CIA കൊണ്ടുവന്നെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നു. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും ഇത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എതിരാളികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് FBI എന്ന് പറയുന്ന ഏജൻസി ഫയലുകൾ ക്രിയേറ്റ് ചെയ്ത കഥയാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇപ്പം കാലങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കശ്യപ്, അദ്ദേഹം ട്രംപിൻ്റെ വിശ്വസ്തനാണ്. അദ്ദേഹം മാത്രമല്ല റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ റഷ്യയുമായി വളരെ നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകക്രമത്തിൽ എന്ത് മാറ്റങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചരിത്രം അമേരിക്കയിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത? ഇപ്പോൾ ഇന്ത്യക്ക് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കിട്ടുകയും മോഡിയും ട്രംപും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുള്ള കരാറുകൾ ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉദിക്കുന്നില്ല ഇന്ത്യയെ ഫിക്സ് ചെയ്യാനായിട്ട്. ഇന്ത്യയെ ഫിക്സ് ചെയ്തത് നേരത്തെയുള്ള അഡ്മിനിസ്ട്രേഷനാണ്. അല്ലെങ്കിൽ 2025 ജാനുവരി 20 വരെയുള്ള അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ ഇന്ത്യയെ ഒളിഞ്ഞും തെളിഞ്ഞും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ FBI-യിലും CIA-യിലും ഇതിപ്പോൾ 10,000 ആളുകളെയാണ് അദ്ദേഹം ഫയർ ചെയ്തത്, പുതിയ ട്രംപ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഈ ചെവിയുടെ ഇവിടെ ഉരുമിയാണ് ബുള്ളറ്റ് പോയത്. അത് ആൾമോസ്റ്റ് ഡെഡാണ്. അത് കൊണ്ടിരുന്നെങ്കിൽ ഡെഡ്. അവർക്ക് വേറെ അന്നത്തെ ഡീപ് സ്റ്റേറ്റിന് വേറെ ആളുണ്ടായിരുന്നു. അവർ സത്യപ്രതിജ്ഞ കൊണ്ടുവരികയും ചെയ്യുകയും അങ്ങനെ പണ്ട് ജോൺസനെ ചെയ്ത് കൊണ്ടുവന്ന പോലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 അറ്റംപ്റ്റ് നടത്തി. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടതാരാ? ഹോംലാൻഡ് സെക്യൂരിറ്റി, FBI ഇവരെല്ലാം ചേർന്നാണ്, CIA ഇവരെല്ലാം ചേർന്നാണ് നോക്കിയത്. അവരെല്ലാം ഫെയിലായി. അപ്പം ഈ അടുത്ത കാലം വരെ ഈ FBI ശരിയല്ലായിരുന്നു, CIA ശരിയല്ലായിരുന്നു, ഇവരാരും ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ട്രംപ് വന്ന പല ആളുകളെയും പിരിച്ചുവിടുന്നത്. കഴിഞ്ഞ പഴയ ആളുകളെ വിശ്വാസമില്ല. ഇപ്പം അനീഷ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് ആ ചാൻസ് ഉണ്ട്. ട്രംപ് ഇപ്പോഴും ഭയക്കുന്നുണ്ട് ട്രംപല്ല, നമുക്ക് എല്ലാവർക്കും ട്രംപ് തുടർന്ന് പോകണം എന്ന് വിചാരിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാവർക്കും, ലോക സമാധാന പ്രേമികൾക്കെല്ലാം ആ ഒരു ഭയമുണ്ട്. പക്ഷേ പ്രശ്നമില്ല, അദ്ദേഹം നല്ലൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സുഖമില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ വേറെ ആളുകൾ ടേക്ക് ഓവർ ചെയ്യാൻ നല്ല മിടുമിടുക്കന്മാരുണ്ട്. JD വാൻസ് പോലെയുള്ള മിടുമിടുക്കന്മാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം FBI-ക്കാരെ പലരെയും പിരിച്ചുവിടണം. അതാണ് അദ്ദേഹത്തെ ആദ്യം ഹെഡായിട്ട് കൊണ്ടുവന്നത്. മനസ്സിലായി.